ഹലോ, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഗുരുവായൂരാണ് കേട്ടോ. രാവിലെ 9 മണിയാവുമ്പോഴാണ് കേട്ടോ നമ്മളിവിടെ എത്തിയത്. എൻ്റെ കൂടെ അമ്മയും സിസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇതാ നല്ല തിരക്കാണ് കേട്ടോ. ഞായറാഴ്ചയാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വീട് പട്ടാമ്പി ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് അത്രയ്ക്ക് ദൂരമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ കഴിയും. ഇപ്പം നമ്മൾ രാവിലെ വന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഇതാ ഒരുപാട് കല്യാണങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടോ. നല്ല രസമായിരുന്നു ഇത് കാണാനായിട്ട്. വന്ന വഴിക്കന്നെ നമ്മൾ ആദ്യം തൊഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിന്റെ ഉൾഭാഗത്തേക്ക് എന്തായാലും കയറാൻ പറ്റില്ല, നമുക്ക് പുറത്ത് നിന്ന് തൊഴാം. ഇതിന്റെ ഉള്ളിലേക്കുള്ള ക്യൂ ഒരുപാട് നീളത്തിലാണ് കേട്ടോ കാണാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യൂലൊന്നും നിന്നില്ല, നേരെ തൊഴുതു പോയിട്ട്. കുറേ മുന്നേക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ടാണ് കേട്ടോ ഇവിടേക്കും അങ്ങനെ വരാൻ പറ്റാത്തത്. അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററുടെ അരങ്ങേറ്റം ഇവിടെ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, ഭരതനാട്യം. ഗുരുവായൂർ കൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫാമിലി ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് പറയാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇവിടെ ഫുള്ള് കറങ്ങി തൊഴുതിട്ടുണ്ട്. അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലേക്ക് പോവാണ് കേട്ടോ. കിഴക്കേ നടയാണെന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് നടയാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനുണ്ട്. ഇവിടെ ഇങ്ങനെ വെറുതെ നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മുല്ലപ്പൂവും അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവിടെ നിൽക്കാൻ തന്നെ വേറൊരു ഫീലാണ് കേട്ടോ. വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടോ. അമ്പലത്തിൽ മുഴുവനായി തൊഴുതതിന് ശേഷം പിന്നെയുള്ള പണി എന്ന് പറയുന്നത് ഇതിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 11 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കിയാലും ഇതാ ഇത്രത്തോളം തിരക്കുണ്ട് കേട്ടോ. തിരക്ക് തന്നെ കൂടി വരികയാണെന്ന് തോന്നുന്നു. കൂടെയുള്ളവരൊക്കെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല, എനിക്കിത് കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഞാൻ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. ഇവിടെ വന്നാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ അങ്ങനെയാണ്. നമ്മളിനി കാണാൻ പോകുന്നത് ഗരുഡ സ്റ്റാച്യു കാണാനാണ്. കിഴക്കേ നടയിലാണ് അത് ഉള്ളത് കേട്ടോ. ഇത് ഇപ്പോൾ പുതുതായിട്ട് പണി കഴിപ്പിച്ച ഒരു പ്രതിമയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. നമ്മളവിടുന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും കൂടെ സൂം ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അമ്പലത്തേക്ക് തന്നെ പോവാം. ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് സത്യം പറഞ്ഞാൽ ഇന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അങ്ങനെ നമ്മൾ ഭഗവാന്റെ അടുത്തുനിന്ന് തിരിച്ചു പോരുകയാണ്. ഈ ഒരു ടൈം ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയും പൊറോട്ടയും പിന്നെ എന്തോ ഒരു വെജിറ്റബിൾ കറിയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല ചൂടുള്ള ചായയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു പോന്നു. നേരെ പോയത് ചാവക്കാട് ബീച്ചിലേക്കാണ് കേട്ടോ. എന്തായാലും ബീച്ച് അടിപൊളിയാണ്, പക്ഷേ നല്ല വെയിലായിരുന്നു കേട്ടോ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയ്ക്കും വെയിലുണ്ടാവുന്നത്. വെയിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ബോട്ടും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വിജനമായ ഒരു കടൽ തീരം തന്നെയാണ് ഒരു സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മളൊരു സൈഡിലേക്ക് അങ്ങനെ പോയി അങ്ങനെ ഇരിക്കാനുള്ള കുറച്ച് സ്പേസ് കണ്ടു. നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു, റിലാക്സ് ചെയ്തു. അതിനുശേഷം ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. Ta-ta, bye-bye.